ഹലോ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ കഥകളിലേക്ക് മടങ്ങി വരികയാണ്. ഇംഗ്ലീഷിൽ കഥ പറയാൻ പഠിക്കുന്നതിന്റെ പ്രയോജനം എന്താണ്? നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഇംഗ്ലീഷിൽ പറയാൻ അപ്പോൾ നമുക്ക് വളരെ എളുപ്പമായി തീരും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് ഞാൻ അവസാനം പറയാം. നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സിംഹവും മുയലും, ദ ലയൺ ആൻഡ് ദ ഹെയർ. ഒരു വലിയ കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു. There was a lion in a big forest. ആഹാരത്തിനായി അവൻ മറ്റു മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. He used to hunt other animals for food. പ്രായം ചെന്നപ്പോൾ അവന് വേട്ടയാടാൻ ബുദ്ധിമുട്ടായി തീർന്നു. When he became old, it was difficult for him to hunt. ഒരു ദിവസം അവൻ എല്ലാ മൃഗങ്ങളെയും അവന്റെ മുമ്പിൽ വിളിച്ചു വരുത്തി. One day, he called all the animals before him. എല്ലാ ദിവസവും എനിക്ക് ഭക്ഷിക്കാൻ ഒരു മൃഗത്തെ നിങ്ങൾ എന്റെ ഗുഹയിലേക്ക് അയക്കണം, സിംഹം കൽപ്പിച്ചു. The lion commanded, "Every day you should send one animal to my cave for me to eat." മൃഗങ്ങൾ സമ്മതിച്ചു. The animals agreed. ഒടുവിൽ മുയലിന്റെ ഊഴമെത്തി. Finally, it was the hare's turn. അവൻ മനഃപൂർവ്വം വൈകിയാണ് ഗുഹയിൽ എത്തിയത്. He deliberately reached the cave late. ഇത്രയും വൈകി എത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? സിംഹം അട്ടഹസിച്ചു. How dare you arrive so late? The lion shouted. തിരുമേനി ക്ഷമിക്കണം. I am sorry, my lord. ഞാൻ കൃത്യസമയത്ത് ഇവിടെ എത്തുമായിരുന്നു. I would have reached here on time. പിന്നെ എന്തു പറ്റി? Then what happened? മറ്റൊരു സിംഹം എന്നെ വഴിയിൽ തടഞ്ഞു. Another lion stopped me on the way. മറ്റൊരു സിംഹമോ? Another lion? അതേ തമ്പുരാനെ. Yes, my lord. അവൻ ഈ കാട്ടിലെ യഥാർത്ഥ രാജാവാണെന്നും പറഞ്ഞു. He also said that he is the real king of this forest. അപ്പോൾ നീ എന്താ അവനോട് പറഞ്ഞത്? Then what did you tell him? യഥാർത്ഥ രാജാവിനെ ഇപ്പോൾ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. I told him that I would soon bring the real king before you. കൊള്ളാം, നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം. Well done. Let us go there right now. മുയൽ സിംഹത്തെ കാട്ടിലുള്ള ഒരു പഴയ കിണറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. The hare took the lion to an old well in the forest. കിണറ്റിനരികിലെത്തിയപ്പോൾ മുയൽ പറഞ്ഞു. When they reached near the well, the hare said, അങ്ങയുടെ ശത്രു ഈ കിണറ്റിലാണ് താമസിക്കുന്നത്. Your enemy lives inside this well. ഉടനെ സിംഹം കിണറ്റിലേക്ക് എത്തി നോക്കി. Soon the lion peered into the well. അപ്പോൾ മുയൽ പറഞ്ഞതുപോലെ മറ്റൊരു സിംഹം പ്രത്യക്ഷപ്പെട്ടു. Then another lion appeared just as the hare told. അത് സ്വന്തം പ്രതിബിംബമാണെന്ന കാര്യം അവന് മനസ്സിലായില്ല. He didn't realize that it was his own reflection. അവൻ ശത്രുവിനെ നോക്കി അലറി. He roared at his enemy. അപ്പോൾ കിണറ്റിൽ നിന്ന് അതിലും വലിയ ഒരു അലർച്ച അവൻ കേട്ടു. Then he heard an even louder roar from the well. അത് അവന്റെ തന്നെ ശബ്ദത്തിന്റെ പ്രതിധ്വനിയായിരുന്നു. It was the echo of his own sound. സിംഹം രോഷാകുലനായി. The lion became furious. ഞാൻ ആരാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. I will show you who I am. ഇതും പറഞ്ഞ് സിംഹം കിണറ്റിലേക്ക് ചാടി. Saying this, the lion jumped into the well. പിന്നെ സിംഹത്തിന് കിണറ്റിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. After that, the lion couldn't get out of the well. ആ വാർത്ത എല്ലാ മൃഗങ്ങളെയും അറിയിക്കാൻ മുയൽ വീട്ടിലേക്ക് ഓടി. The hare ran home to share that news with all the animals. ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വണ്ടി ഓടിക്കാൻ അറിയില്ലാത്തവരെ പോലെയാണ് ഇന്ന് പലരും. ഇംഗ്ലീഷ് ഗ്രാമർ ഭംഗിയായിട്ട് അറിയാം, പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഗ്രാമർ ഒട്ടും അറിയില്ലെങ്കിൽ പോലും ഇംഗ്ലീഷിലെ അടിസ്ഥാന പ്രയോഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് ചങ്കുറപ്പോടെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയും. എന്റെ ഈ വീഡിയോയിൽ ഞാൻ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ധാരാളം ഉദാഹരണങ്ങളും ഹോംവർക്കും സഹിതം തയ്യാറാക്കിയിട്ടുള്ള ഇംഗ്ലീഷിലെ അടിസ്ഥാന പ്രയോഗങ്ങളുടെ 27 വീഡിയോകൾ അടങ്ങിയ എന്റെ പ്രൈവറ്റ് ക്ലാസിനെ കുറിച്ച് അറിയാൻ 8123225414 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു കിടിലൻ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.